ഹായ് ഓൾ. സോ QA2G 2024 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. സോ ദിസ് ഇസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് നിങ്ങളുടെ കാറ്റഗറി, അതേപോലെ നിങ്ങളുടെ 10th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, 12th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്, നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റീസിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ നിങ്ങളൊന്ന് മനസ്സിൽ സെറ്റാക്കി വെച്ചിട്ട് വേണം ഓരോന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് exams.nta.ac.in. അവിടെ QA2G അടിക്കുമ്പം ക്യാപ്സിലാണ് CUET-UG എന്ന് അടിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പം നിങ്ങൾക്കൊരു ഇത് വരും. ഇവിടെ നിങ്ങൾക്ക് ഹോം ഐക്കൺ, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഇമ്പോർട്ടൻറ്റ് ഡൗൺലോഡ്സ്, യൂണിവേഴ്സിറ്റീസ്, പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് അല്ലെങ്കിൽ ഒരു ഐക്കണാണ്. കാരണം ആ യൂണിവേഴ്സിറ്റീസിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട്, അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്താണ്, അതൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് നിർബന്ധമായും നോക്കി വെക്കണം. കാരണം നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പം അവിടെ ആ സബ്ജക്ട്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾ QET എലിജിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിലും അവർ അതിനകത്ത് എലിജിബിലിറ്റി പറയും. ഒരു പർട്ടിക്കുലർ കോഴ്സിന് എലിജിബിലിറ്റി അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ യൂണിവേഴ്സിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അതിലെ ഡീറ്റെയിൽസ്, അതിനകത്തുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്. ഓരോ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുമായി അസോസിയേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ കോഴ്സുകളിന് കറസ്പോണ്ടിങ് എലിജിബിലിറ്റി നിങ്ങൾക്ക് അവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. ആ എലിജിബിലിറ്റി കാര്യമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡൊമൈൻ സബ്ജക്ട്സും യൂണിവേഴ്സിറ്റീസും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് പോകാന്നുള്ളതാണ്. രജിസ്ട്രേഷൻ വിൻഡോയിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കരുതേണ്ട ആപ്ലിക്കേഷൻസ് ഫോമുകൾ എന്തൊക്കെയാണെന്നൊക്കെ വ്യക്തമായി കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഞാനിവിടെ ലേറ്റസ്റ്റ് ന്യൂസിൻ്റെ അവിടെ QA2G 2024 ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഓർ ലോഗിൻ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കാൻ നേരത്ത് നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന, ഈ വർഷം QET എഴുതാൻ പോകുന്നൊരു വിദ്യാർത്ഥി ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന ഐക്കൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. ഇഫ് യു ആർ എ ന്യൂ കാൻഡിഡേറ്റ് ക്ലിക്ക് ഓൺ ബിലോ ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷനും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിലേക്ക് തന്നെ പോവാം. സോ ന്യൂ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ രജിസ്ട്രേഷനിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കണം, അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ഓഫ് ഇത് പറയുന്നത്. നമ്മുടെ ചൂസ് ചെയ്യുന്ന സബ്ജക്ട്സിൻ്റെ എണ്ണം വെച്ചിട്ട് അവിടെ ഫീസിൻ്റെ സ്ട്രക്ചർ മാറും. ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ആദ്യത്തെ 3 സബ്ജക്ട്സിന് ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്താണ് 1000 രൂപയാണ്. അടുത്ത ചൂസ് ചെയ്യുന്ന ഓരോ അഡീഷണൽ സബ്ജക്റ്റിന് നിങ്ങൾ 400 രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. സോ നിങ്ങളിപ്പോൾ ഒരു ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ഫിസിക്സും എടുത്തെന്ന് വെച്ചോ, അത് 3നും കൂടെ നിങ്ങൾക്ക് 1000 റുപ്പീസാണ് പേ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് കെമിസ്ട്രി ആണെങ്കിൽ അടുത്ത 400, അതിനുശേഷം ബയോളജി, അതിനുശേഷം മാത്സ്. ഇപ്പോൾ ഇത്രയും സബ്ജക്ട് ചൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 400 വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം. അത് ജനറൽ കാറ്റഗറിക്കാണ്. OBC, NCL അല്ലെങ്കിൽ EWS യോഗ്യത ഉള്ളവർ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ആദ്യത്തെ 3 സബ്ജക്റ്റിന് 900 രൂപ 900 റുപ്പീസും ബാക്കി 375 വെച്ചാണ് നിങ്ങൾ ഈച്ച് സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. SC, ST, PWD, തേർഡ് ജെൻഡർ കാറ്റഗറീസ് ഉള്ളവർക്കാണെങ്കിൽ 800 രൂപയാണ് ശരിക്കും നിങ്ങൾ ആദ്യത്തെ 3 സബ്ജക്ട്സിന് പേ ചെയ്യേണ്ടത്. ബാക്കി ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ 350 രൂപ വെച്ച് പേ ചെയ്യണം. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ എക്സാം സെൻറ്റേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ളവർക്ക് എക്സാം എഴുതാനുള്ള ഫീ പേയ്മെൻറ്റ് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. 3 സബ്ജക്റ്റിന് 4500 രൂപയും ഓരോ സബ്ജക്റ്റിനും 1800 വെച്ചുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ അത് കെയർഫുള്ളി വായിച്ച് നോക്കണം, അവർ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ റീസെൻറ്റ് സൈസ് ഫോട്ടോഗ്രാഫാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന് പ്രശ്നമില്ല. 80% ഫേസ് വിസിബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇയേഴ്സ് ഉൾപ്പെടെയുള്ള, നിങ്ങളുടെ ചെവി കാണുന്ന ഉൾപ്പെടെയുള്ള ഫേസ് വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കണം. നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചർ ആയിരിക്കണം. അതിൻ്റെ സൈസ് അവർ പറയുന്നുണ്ട് JPG ഫോർമാറ്റിലായിരിക്കണം. 10 KB 200 KB ഇടയിലായിരിക്കും വരേണ്ടത്. പിന്നെ ഉള്ളത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് 4 KB 30 KB ഇടയിലാണ് വരിക. പിന്നെ PWBD ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ സൈസ് 50 to 300 KB ആണ്. പിന്നെ നിങ്ങൾ BPL കാറ്റഗറിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ പറഞ്ഞതാണ് ഫണ്ടമെൻ്റലി അഡീഷണൽ ഏറ്റവും എല്ലാവരും കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റും അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം അതിലെ മാർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കേണ്ടി വരും. ഫോട്ടോ കൊടുക്കുന്നതും സൈൻ കൊടുക്കുന്നതും അതേപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോക്കണം. പിന്നെ നമുക്കിതെല്ലാം
വായിച്ചു കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ഡൗൺ താഴേക്ക് വരിക, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന ഐക്കൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. സോ അവിടെ നിങ്ങൾക്ക് ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ക്യുവറ്റിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള പ്രൊസീജിയറുകളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ആധാർ യൂസ് ചെയ്യാം. നിങ്ങളുടെ ആധാർ നമ്പറും നിങ്ങളുടെ ആധാർ ആയിരിക്കണം. ശ്രദ്ധിക്കണം, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഒന്നും ആധാർ ഉപയോഗിക്കാൻ പാടില്ല. ആരാണോ കാൻഡിഡേറ്റിൻ്റെ ആധാർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആ ആധാർ ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആധാർ വഴി ലോഗിൻ ചെയ്യാം. നിങ്ങൾ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അതേപോലെ ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യാം. പിന്നെ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ABC ക്രെഡിറ്റ്സ് വെച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം എന്തായാലും ആധാർ വെച്ച് തന്നെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഞാനിവിടെ ഐ ഹാവ് ആൻ ആധാർ നമ്പർ ആൻഡ് വിഷ് ടു ക്രിയേറ്റ് മൈ ലോഗിൻ യൂസിങ് ആധാർ നമ്പർ. അതേപോലെ ആധാർ ഡാറ്റ കൊടുക്കാനുള്ള കൺസെൻറ്റ് ഞാൻ കൊടുക്കുകയാണെന്ന് ഇവർ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് അവർ ചോദിക്കുന്നത് ആദ്യമേ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ ആധാർ നമ്പർ എൻ്റർ ചെയ്യുമ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. സോ ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം ബാക്കി പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാനിവിടെ എൻ്റെ OTP കൊടുക്കുകയാണ്. സോ വാലിഡേറ്റിംഗ് OTP വരുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവരവിടെ കാണിക്കും. നമ്മുടെ ആധാർ നമ്പറും അതേപോലെ നമ്മുടെ പേരും അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ജെൻഡറൊക്കെ അവർ കാണിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പുകളാണ്. അത് ആപ്ലിക്കേഷൻ ഫോമും രജിസ്ട്രേഷൻ ഫോമും. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇനിഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് താഴെ നിങ്ങൾ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രസൻറ്റ് അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ശരിക്കും അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് അത് ആധാറിൻ്റെ ബേസിലല്ല, 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിലായിരിക്കണം കൊടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ്. ഇപ്പം കാൻഡിഡേറ്റ്സ് നെയിമും ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ 10th സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുകയാണ്. സോ നിങ്ങളുടെ അച്ഛൻ്റെ പേര് കൊടുക്കണം, അല്ലെങ്കിൽ ഗാർഡിയൻ നെയിം, അതുപോലെ അമ്മയുടെ പേര് അല്ലെങ്കിൽ ഗാർഡിയൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഓൾറെഡി ആധാറിൻ്റെ ബേസിൽ വന്നിട്ടുണ്ട്, അത് കൊടുക്കുക. നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് കൊടുക്കുക. ജെൻഡർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് എഴുതുന്നവരാണെങ്കിൽ ഇന്ത്യൻ കൊടുക്കുക. നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് NRI കോട്ട വഴി ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഓരോ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇവിടെ ഇന്ത്യൻ കൊടുത്തു. ഇനി നിങ്ങൾ അവിടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഏത് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാണ് അവർ വെരിഫൈ ചെയ്യുന്നത് നോക്കി. ഞാൻ ആധാർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ +2 അഡ്മിറ്റ് കാർഡിൻ്റെ ഇത് കൊടുക്കാം, ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് കൊടുക്കാം, ഇലക്ഷൻ കാർഡ് കൊടുക്കാം, പാൻ കാർഡ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, ഫോട്ടോഗ്രാഫുള്ള റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ബാങ്ക് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫുള്ള ബാങ്ക് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ക്രോസ് ചെക്കിംഗ് സമയത്ത് അതാണെങ്കിലും വെച്ച് നമുക്ക് കയറാം. സോ ഞാൻ ഇവിടെ എൻ്റെ അതൊരു വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുക്കുകയാണ്. എൻ്റെ ആധാർ ഡീറ്റെയിൽസ് തന്നെ, എൻ്റെ ആധാർ ഞാൻ ഇവിടെ കൊടുക്കുന്നു, എൻ്റെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കുന്നു. ഇനി നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സുമാണ്. സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്യാം. പ്രസൻറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് പെർമനൻറ്റ് അഡ്രസ്സും അത് സെയിം ആണെങ്കിൽ ടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ 2 പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ചോയ്സ് ഓഫ് സിറ്റി അതിൻ്റെ ബേസിലായിരിക്കും വരിക. നിങ്ങൾ ആ സ്റ്റേറ്റിലുള്ള ചോയ്സിലായിരിക്കും, നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചോയ്സ് ഓഫ് സിറ്റി വരെ. ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കേരളത്തിലുള്ളതാണ്, അങ്ങനെ തന്നെ കൊടുക്കുക. അതേസമയം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് നിങ്ങൾ ആ സ്റ്റേറ്റിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ചോയ്സ് ഓഫ് സിറ്റി അത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ എൻ്റെ പ്രസൻറ്റ് അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും എൻ്റർ ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർ പ്രധാനമായിട്ട് ചോദിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറുമാണ്. ഇപ്പോൾ ഇമെയിൽ ഐ ഡി നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യണം, കാരണം അതിലേക്കാണ് മെയിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരിക. ഫോൺ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ വെരിഫിക്കേഷൻ നമുക്ക് ഫോൺ നമ്പറിൻ്റെ OTP വെച്ചുള്ള വെരിഫിക്കേഷൻ ഉണ്ട്. സോ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മറ്റൊരു സിമ്മിൻ്റെ ഫോൺ നമ്പറും കൂടെ കൊടുക്കാം, കാരണം ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ അവർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ കൊടുത്താലും മതിയോ. സോ ഇവിടെ ഞാൻ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആയിട്ട് തന്നെ കൊടുത്തു. നിങ്ങൾക്ക് പ്രയർ അഡ്രസ്സ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് കൊടുക്കണം. ഇനി പാസ്വേഡാണ്. പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ, അറ്റ്ലീസ്റ്റ് ഒരു ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ അപ്പർ കേസ് ലെറ്റർ വേണം, ലോവർ കേസ് ലെറ്ററുകൾ വേണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം. ഇത്രയാണ് അവരുടെ ക്രൈറ്റീരിയ. സോ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് വെക്കണം. മറക്കരുത്. എവിടെയെങ്കിലും ഓർമ്മ പോകുന്നുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. കാരണം അത് വെച്ച് നമുക്ക് ചിലപ്പം തിരിച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു ഇത് കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് മറന്നു പോയാൽ അവർ ലോഗിൻ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അതിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ ബർത്ത് സിറ്റി ചൂസ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ടാവും. സെക്യൂരിറ്റി പിൻ കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുമ്പം ആദ്യമേ ആ ഫുൾ ഡീറ്റെയിൽസും റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു പേജ് വരും. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ കാൻഡിഡേറ്റ് നെയിം ഞാൻ നോക്കി,
എൻ്റെ പേര് ശരിയാണോ നോക്കി, അച്ഛൻ്റെ പേര് ശരിയാണോ നോക്കി, അമ്മയുടെ പേര് ശരിയാണോ നോക്കി, ജെൻഡർ ശരിയാണോ നോക്കി, ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാണോ നോക്കി, മൊബൈൽ നമ്പർ റീവെരിഫൈ ചെയ്തു, അതേപോലെ ഇമെയിൽ അഡ്രസ്സും വെരിഫൈ ചെയ്തു, അഡ്രസ്സ് കൊടുത്ത അഡ്രസ്സും ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് ഡിക്ലറേഷനിൽ ഐ എഗ്രി എന്ന് കൊടുക്കുക. ഐ എഗ്രിന് ശേഷം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP വരിക നിങ്ങളുടെ ഇപ്പം ഇവിടെ ഡു യു വാണ്ട് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് ഗെറ്റ് OTP എന്ന് വരും. അവിടെ എസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID ഏതാണ്, അപ്പോൾ ഒരു താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ എന്ന് വരും. നിങ്ങളുടെ ഇമെയിൽ OTP അവിടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID ഏതാണോ ആ ഇമെയിൽ IDയിലേക്കായിരിക്കും നിങ്ങളുടെ OTP വരിക. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ OTP നമ്മൾ ജനറേറ്റ് ചെയ്ത OTP ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം പിന്നെയും ഒരു സെക്യൂരിറ്റി പിൻ വരും. ആ സെക്യൂരിറ്റി പിൻ കൂടെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് അവിടെ കഴിയും. യെസ്, നമുക്ക് ഇവിടെ വെരിഫൈ കൊടുക്കുകയാണ്. വെരിഫൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയെന്നും അതിൻ്റെ ബേസിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയെന്നും അതിൻ്റെ ബേസിൽ ഒരു പാസ്വേഡ് വന്നു. പാസ്വേഡ് നമ്മൾ കൊടുത്ത പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് വേണം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമുക്കിനി പ്രോസസ്സ് ചെയ്യാം. സോ നമുക്കിനിയിപ്പം ആപ്ലിക്കേഷൻ നമ്പർ വന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മുടെ മെസ്സേജിൽ മെയിലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കറസ്പോണ്ടിങ് മെയിലിലേക്ക് ഡീറ്റെയിൽസ് വരും. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും വരും. പിന്നെ നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. സിമിലർലി നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ്, പിന്നെയും ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ടാകും, അത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം നമ്മുടെ ആ ഒരു വിൻഡോ വരും. അവിടെ രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെൻറ്റ്, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഇത്രയും സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ രജിസ്ട്രേഷൻ ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രം ചെയ്തിടാം, എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ ഡിപ്പെൻഡൻസി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ആപ്ലിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അതർ കോട്ട എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ്, അതുപോലെ നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ ഏതാണ്, സബ്ജക്ട് സെലക്ഷൻ എങ്ങനെയാണ്, എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ് അപ്ലോഡിങ്, ഫൈനൽ സബ്മിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. സോ നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. സോ ഞാനിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ആദ്യമേ ഓൾറെഡി കുറച്ച് പ്രസൻറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എക്സ്ട്രാ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് എൻ്റർ ചെയ്താൽ മതിയാവും. സോ ഇവിടെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പിൻകോഡ്, ഇമെയിൽ ID കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ആദ്യമേ എഗ്രി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോകുന്നു. സോ അടുത്തതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പ്രൊസീജിയറുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ ചോദിക്കും. നിങ്ങളുടെ ABCID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് മാൻഡേറ്ററി അല്ല, അവിടെ സ്റ്റാർ ഇല്ല ശരിക്കും. ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൻ്റെ സാധനമാണ്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നോക്കിയാൽ മതി. സോ ബാക്കി ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കി നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു. ഇനി ഡൊമസൈൽ ചോദിക്കും, നിങ്ങളുടെ സ്റ്റേറ്റ്, അതായത് നിങ്ങളുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്, നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ ബിലോങ് ചെയ്യുന്നതാണെന്ന് ചോദിക്കും. അപ്പോൾ അത് കൊടുക്കുക. ഞാനത് കൊടുത്തു. അതിനുശേഷം നിങ്ങളൊരു PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ PWD സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പെർസെൻറ്റേജ് ഒക്കെ അവർ ചോദിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ പ്രോസ്പെക്ട്സിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോ കൊടുക്കാമെന്നുള്ള PWD കാൻഡിഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാദർ ഗാർഡിയൻ്റെ എഡ്യൂക്കേഷനാണ് ശരിക്കും. അത് നിങ്ങളുടെ അതിൻ്റെ ലെവലിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഒക്കുപ്പേഷൻ ചോദിക്കും. ഒക്കുപ്പേഷൻ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. മദർ ഗാർഡിയൻ്റെ ഇതും കൊടുക്കും. ഒക്കുപ്പേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സാധാരണ നിങ്ങളുടെ ആ ഇൻകം റേഞ്ചാണ്. ഇത് ജസ്റ്റ് കളക്ഷന് വേണ്ടിയാണ്. നിങ്ങളുടെ ഇൻകം ഏതിൽ റേഞ്ചിലാണ് പെടുന്നതെന്ന് വ്യക്തമായി ശ്രദ്ധിച്ച് നോക്കുക. അതിൻ്റെ ആ റേഞ്ച് വേണം ഇവിടെ നിങ്ങൾ കൊടുക്കാൻ. ഇൻകം റേഞ്ച്, ഒരു വർഷത്തെ നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണോ അത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുത്താൽ മതി. പിന്നെ ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കരുതാൻ വേണ്ടിയുള്ള പെർമിഷന് വേണ്ടിയാണ്. ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കും. ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കരുതി കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൂറൽ കൊടുക്കാം. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അർബൻ കൊടുക്കാവുന്നതാണ്. ഇനി മോഡ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് നിങ്ങൾ ക്യുവേറ്റിന് വേണ്ടി പഠിക്കുന്നത്, ഇൻഡിവിജ്വൽ ട്യൂഷൻ ആവാം, ചിലപ്പോൾ ഓൺലൈൻ കോച്ചിങ് ആവാം, അങ്ങനെയാണ് നിങ്ങൾക്ക് അത് കൊടുക്കാം. അതൊക്കെ ഡാറ്റാബേസ് കളക്ഷൻസിന് വേണ്ടി മാത്രമാണ്. മീഡിയം ഓഫ് സ്റ്റഡി ഇൻ ക്വാളിഫയിങ് എക്സാം, അതായത് നിങ്ങൾ +2 അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാം പാസ്സായത് ഏത് മീഡിയത്തിലാണ്. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കൊടുത്തു. നിങ്ങളുടെ മീഡിയം ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് I agree കൊടുത്താൽ നമ്മുടെ ആ ഡീറ്റെയിൽസ് ഫുള്ള് സക്സസ്ഫുള്ളി സേവ് ആകും. സോ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കണം. നമ്മൾ ഏതാണോ കൊടുക്കാത്തത് അത് ആ കാറ്റഗറി പെട്ടെന്ന് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കാറ്റഗറിയാണ്. കാറ്റഗറി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ജനറൽ കാറ്റഗറി ഉണ്ട്,
ജനറൽ, EWS, OBC, NCL, SC, ST ഇത്തരം കാറ്റഗറീസാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്. കാരണം ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ ആ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾ ആ കാറ്റഗറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൃത്യമായി കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അത് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും അഡ്മിഷന് പോകുമ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ EWS കോട്ട വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ EWS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ട് കാണിക്കാനില്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ അവിടെ ഇല്ലാതാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അവിടെ കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. ഇനി അവർ ചോദിക്കുന്നത് അതർ കോട്ട, നിങ്ങൾക്ക് ഏതെങ്കിലും കോട്ട എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ആണ്. ശ്രദ്ധിക്കണം, അവിടെ ഒന്നുള്ളത് ബിലോ പോവർട്ടി ലൈൻ ആണ്. അതായത് നിങ്ങളുടെ BPL ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ BPL പ്രൂഫ്, നിങ്ങളുടെ റേഷൻ കാർഡിന് അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ BPL ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുത്താൽ മതിയാവും. കാശ്മീരി മൈഗ്രൻ്റ് ആണോ എന്ന് ചോദിക്കും, ആണെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി ഡിഫൻസ് പേഴ്സണൽ എക്സ് സർവീസ്മെൻറ്റിൻ്റെ വാർഡ്, അതായത് മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതിൻ്റെയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അത് കൊടുക്കണം. NCC കോട്ട ക്ലെയിം ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കാം. അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട ക്ലെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിൽ ഒരു എംപ്ലോയിൻ്റെ വാർഡാണെങ്കിൽ, സ്റ്റുഡൻ്റ് ആണ്, മകനോ മകളോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ഉള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ആപ്ലിക്കേഷൻ്റെ സമയത്ത്. ഇപ്പോൾ ഞാനതൊന്നും കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല. ഈ അതർ കോട്ട കാറ്റഗറിയിലുള്ള ഏതാണോ നിങ്ങൾ എസ് കൊടുക്കുന്നത് ആ ഡോക്യുമെൻറ്റ് നിങ്ങൾ അവരുടെ ക്യൂട്ടിൻ്റെ ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സോ അത് ശ്രദ്ധിക്കണം. ഇനി ഞാനത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പം അത് കഴിയുമ്പോഴാണ് നമ്മുടെ ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വരുന്നത്. സോ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10th നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ബേസ്, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എക്സാം ഹാളിൻ്റെ ബേസിൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ട SSL സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റുമാണ്. കാരണം അവിടുത്തെ മാർക്കുകളും നിങ്ങളുടെ ടോട്ടൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ പോവാണ്. നമുക്ക് എന്തെങ്കിലും നോക്കാം. സോ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ഇവിടെ നോക്കുക. 10th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ റിസൾട്ട് സ്റ്റാറ്റസ് നോക്കും. ഓൾറെഡി നിങ്ങൾ പാസ്ഡ് അവിടെ കൊടുക്കുക. ഏത് വർഷമാണ് 10th ക്ലാസ് പാസ്സായത് ചോദിക്കും, അത് കൊടുക്കുക. പിന്നെ ഏതാണ് നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ 12th പാസ് ഔട്ടായ ഏരിയ മീൻസ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അർബൻ കൊടുക്കാം, അല്ലെങ്കിൽ റൂറൽ കൊടുക്കാം. ഇനി എങ്ങനത്തെ സ്കൂളാണ്, അവിടെ കേന്ദ്രീയ വിദ്യാലയ, CBSE അതിൻ്റെ ഇതുണ്ട്, എയ്ഡഡ്, പ്രൈവറ്റ്, അങ്ങനെ ഇതൊക്കെയുണ്ട്. ഞാൻ അത് കൊടുത്തു. പിന്നെ ഏത് രാജ്യത്താണ്, ഒന്നെങ്കിൽ ഇന്ത്യ അല്ല ഔട്ട്സൈഡ് ഇന്ത്യ ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഏത് സംസ്ഥാനം, പിന്നെ ഏത് ജില്ല, പിന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ നെയിമാണ്. അതായത് കേരള ആണെങ്കിൽ അവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾക്ക് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കുക. പിന്നെ സ്കൂൾ കോളേജ് അഡ്രസ്സും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ പിൻകോഡും SSLC സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നമ്പർ കൊടുക്കുക. പിന്നെ റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ആണ്. 10th ക്ലാസ് CBSE ആണ് നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ CGPA അല്ലെങ്കിൽ ഈ സംഭവം കൊടുക്കുക. SSLC കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഗ്രേഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ ടോട്ടൽ മാർക്സ് അവിടെ 1000 കൊടുക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക A+, അതായത് നിങ്ങൾക്ക് ഒരു A+ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാർക്ക് 90 കൊടുക്കുക. അതായത് ഒരു A+ ആണ് നിങ്ങൾക്ക് 90 ആണ് മാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് 10 A+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 900 ആണ് ശരിക്കും നിങ്ങളുടെ ഇത് വരിക. ടോട്ടൽ മാർക്സ് 1000 കൊടുക്കുക. നിങ്ങൾക്ക് ഒരു A+ന് 90 വെച്ച് കൊടുക്കുക. അതേസമയം A ആണെങ്കിൽ നിങ്ങൾക്ക് 90നും 100നും ഇടയിലാണ് A+ൻ്റെ സ്കോർ റേഞ്ച് വരുന്നത്. A ആണെങ്കിൽ 80ക്കും 90ക്കും ഇടയിലാണ്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 8 A+, 2 A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 8 A+ എന്ന് പറയുമ്പം എത്രയാണ്, ഒരു A+ന് 90, അങ്ങനെ 90 വെച്ചിട്ട് 8 പേപ്പർ, അപ്പോൾ 720 വരും. പിന്നെ 2 160 720യും 160യുമാണ് വരിക. മൊത്തം എനിക്ക് 880 ആണ് വരിക, 880. എന്നിട്ട് 1000 880 നമ്മൾ നോക്കുമ്പോൾ എൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞാൽ 88% SSLC പെർസെൻറ്റേജ്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ +2 ആണ്. അപ്പിയറിംഗ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പിയറിംഗ് കൊടുക്കാം. പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പാസ്ഡ് കൊടുക്കാം. ഇയർ ഓഫ് പാസിംഗ് ചോദിക്കും. പിന്നെ എല്ലാം നേരത്തെ ഡീറ്റെയിൽസ് തന്നെയാണ് ചോദിക്കുക. പിന്നെ ബോർഡ്, യൂണിവേഴ്സിറ്റി നെയിം, അവിടെ നിങ്ങൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നൊരു ഡീറ്റെയിൽ ഉണ്ട്, അത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ നിങ്ങളുടെ +2ൻ്റെ റോൾ നമ്പറും. പിന്നെ +2 ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ മാർക്സ് അവിടെ കൊടുക്കുക. നിങ്ങളുടെ പെർസെൻറ്റേജ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ മാർക്കിൽ നിന്ന് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കലി വരും. അത് മാത്രം കൊടുത്താൽ മതി. ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണം. നിങ്ങളുടെ +2 ടോട്ടൽ മാർക്ക് അവരവിടെ ചോദിക്കുന്നുള്ളൂ. സോ അതും കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാനിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പം ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഏത് യൂണിവേഴ്സിറ്റീസിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളത് ഒരു ധാരണ വേണം, വ്യക്തമായ ധാരണ. അതുകൊണ്ടാണ് പറയുന്നത് ക്യൂട്ടിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പം വ്യക്തമായ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക, ധൃതി വെച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ കൊടുക്കാൻ ആഗ്രഹമുണ്ടോ അവിടുത്തെ പ്രോഗ്രാം ഏതൊക്കെയാണ് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ ടെസ്റ്റ് പേപ്പർ സെലക്ഷനിലേക്ക് വരിക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ AMUവിൽ ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. സോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഞാനിവിടെ
പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകളാണ് ശരിക്കും അവിടെ വരിക. സോ അതുകൊണ്ട് ഞാൻ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തു. സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, യൂണിവേഴ്സിറ്റീസിൽ അലിഗഡ്, അപ്പോൾ ഞാനവിടെ ആഡ് ഓപ്ഷൻ കൊടുത്തു. ആഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. ഇനി അടുത്ത യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് താല്പര്യമുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ AMUയിൽ കൊടുക്കേണ്ടപ്പോൾ ഇവർ കാണിക്കും, അതായത് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് റിക്വയർഡ് ടു അപ്പിയർ ഇൻ QATUG നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അവിടെ കാണിക്കും. സോ ഞാനിപ്പോൾ BSc ഹോണേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് നോക്കേണ്ടത്. എലിജിബിലിറ്റി അറിയാൻ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എലിജിബിലിറ്റി അവിടെ നോക്കാം. സോ അതനുസരിച്ച് പ്രോഗ്രാമുകൾ കൊടുക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കണം, നിങ്ങൾ നോക്കിയേ, അലിഗഡ് ഉണ്ട്, ഇവിടെ BHU ഉണ്ട്, ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഉണ്ട്, അതുപോലെ ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റി, വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് അവിടെ കാണാം. ആ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, എല്ലാ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കുക. അതിനുശേഷം ജാമിയ മിലിയ, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ആ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് കൊടുക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിൽ ഞാനിവിടെ എടുക്കാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, BSc ഇൻ ഫിസിക്സ് ആണ്, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc ആകുമ്പോൾ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളാണ് കൊടുക്കേണ്ടത്. സോ അതിൻ്റെ ഇത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഇനിയും പ്രോഗ്രാം ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, യൂണിവേഴ്സിറ്റീസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് I കൊടുക്കാം. I കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് അടുത്തത് നമ്മുടെ ടെസ്റ്റ് പേപ്പർ സെലക്ഷൻ വരിക. അറിയാലോ, 6 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഇവിടെ വ്യക്തമായി അവർ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ ഓഫ് 6 സബ്ജക്റ്റുകളാണ് നിങ്ങൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ളത് ഒന്ന് ലാംഗ്വേജ് ചൂസ് ചെയ്യുക, ജനറൽ ടെസ്റ്റ് ചൂസ് ചെയ്യുക, ബാക്കി ഡൊമൈൻ പേപ്പറുകളും ചൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അതനുസരിച്ചിട്ട് സയൻസ് പേപ്പറുകളായതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യം വേണ്ടി ലാംഗ്വേജ് ചൂസ് ചെയ്തു. ഇംഗ്ലീഷ്, അതിൻ്റെ കോഡ് 101 ആണ്. മീഡിയം അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അടുത്തത് ഞാൻ ലാംഗ്വേജ് ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ചൂസ് ചെയ്യുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ശരിക്കും ടെസ്റ്റ് പേപ്പർ സബ്ജക്റ്റ് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ നേരെ തപ്പിയിട്ട് ഞാനിവിടെ ജനറൽ ടെസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ജനറൽ ടെസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ ജനറൽ ടെസ്റ്റ് കൊടുക്കുക. ജനറൽ ടെസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് മീഡിയത്തിലാണ് നിങ്ങളുടെ എക്സാം എഴുതേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. അവിടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, മീഡിയം ചൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിനാണ് പ്രയോറിറ്റി കൂടുതൽ വരിക. അതായത് നിങ്ങളുടെ അവിടെ ക്വസ്റ്റ്യൻ്റെ ഗ്രാമർ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, ഇംഗ്ലീഷിനായിരിക്കും കൂടുതലായിട്ട് അവിടെ സെലക്ഷൻ പ്രയോറിറ്റി വരിക. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. എന്നാലും അവർ ഫൈനലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷിനായിരിക്കും കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കാൻ അവർ പറയുന്നുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. അടുത്ത പേപ്പർ നമുക്ക് നോക്കാം. അടുത്ത പേപ്പർ ഞാൻ ചൂസ് ചെയ്യുന്നത് ഫിസിക്സ് ആണ്. സോ ഫിസിക്സ് PH അടിച്ചു കൊടുത്താൽ ഏകദേശം ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് എത്തും. സോ ഫിസിക്സ് ചൂസ് ചെയ്യുക. കോഡ് 322 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് മീഡിയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏതിലാണോ വേണ്ടത്. ഞാൻ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുകയാണ്. അടുത്തത് ടെസ്റ്റ് പേപ്പർ. അപ്പോൾ ആദ്യത്തെ 3 സബ്ജക്റ്റിന് ഞാൻ ജനറൽ കാറ്റഗറിയാണ്, എനിക്ക് 1000 രൂപ പേ ചെയ്താൽ മതിയാകും. അടുത്ത വരുന്ന കാറ്റഗറിക്ക് അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അടുത്തത് ഞാൻ ഇനിയിപ്പം ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബയോളജി ആണെങ്കിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എക്സ്ട്രാ ഒരു 400 രൂപ പേ ചെയ്യണം. അടുത്ത കാറ്റഗറി ആഡ് ചെയ്യുമ്പോഴും എനിക്ക് മാത്തമാറ്റിക്സ് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ മാത്തമാറ്റിക്സ് ആകുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. സോ മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് കോഡ് 319 ഉണ്ട്. അവിടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം കൊടുത്തു. അടുത്ത് എനിക്ക് കെമിസ്ട്രിയും കൂടെ ആഡ് ചെയ്ത് 6 സബ്ജക്ട്സും എനിക്ക് അവിടെ സെറ്റ് ചെയ്യാം. സോ കെമിസ്ട്രി ഉണ്ട്, കെമിസ്ട്രി ആഡ് ചെയ്തു, ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഇതും കൊടുത്തു. അപ്പം യൂണിവേഴ്സിറ്റീസ് ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റീസിൽ ഇപ്പോൾ എലിജിബിലിറ്റി പ്രോഗ്രാംസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. എന്നിട്ട് I കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സോ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽസ് അവിടെ സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നിങ്ങളുടെ എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് ആണ്. ഇത് ഹൈബ്രിഡ് മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ പെൻ ആൻഡ് പേപ്പർ മോഡായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ CBT മോഡായിരിക്കും. അത് നിങ്ങളുടെ കറസ്പോണ്ടിങ് സിറ്റിയിൽ എങ്ങനെയാണോ അവരുടെ ക്രൈറ്റീരിയ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ അതിൻ്റെ ചോയ്സ് വരിക. സോ ഞാൻ എൻ്റെ എക്സാം സെൻറ്റർ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ പെർമനൻറ്റ് പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ ബേസിലായിരിക്കും വരിക. സോ എക്സാം സിറ്റി നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും അടുത്തത് റീച്ചബിൾ ആയിട്ടുള്ളത് അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് രണ്ടും കൊടുത്തു. 4 എക്സാം സിറ്റി നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പം എനിക്കിവിടെ 4 എക്സാം സിറ്റീസ് എനിക്കിവിടെ ചൂസ് ചെയ്യാം. സോ 4 എക്സാം സിറ്റീസ് എനിക്ക് എൻ്റെ റീച്ചബിലിറ്റിക്ക് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാണ് ചൂസ് ചെയ്യുകയാണ്. സോ അത് ഞാൻ കൊടുത്തു. എപ്പോഴും റീച്ചബിലിറ്റി അനുസരിച്ച് വേണം കൊടുക്കാൻ, എന്നാൽ മാത്രമേ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് അടുത്ത് കിട്ടത്തുള്ളൂ. യെസ്, അതിനുശേഷം ഞാൻ I കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് ആയി. എക്സാം സെൻറ്റർ ഡീറ്റെയിൽസിന് ശേഷം ഇനി വരേണ്ടത് നമ്മുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡിംഗ് സെക്ഷനാണ്. എനിക്കിവിടെ ഞാനിപ്പം വേറെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് എനിക്ക് ഫോട്ടോ സിഗ്നേച്ചർ മാത്രം മതി. അല്ലാതെ അവസരങ്ങളുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു BPL ഇതുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരാം. ഡിഫൻസ് പേഴ്സൺ ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് വേണ്ടി വരാം. PWBD കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻ. ഇവിടെ എനിക്ക് വേണ്ടത് എൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറുമാണ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ പറഞ്ഞ സിഗ്നേച്ചറും ചൂസ് ചെയ്യുക. ഡോക്യുമെൻറ്റ് അപ്ലോഡിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക.
അപ്പം ഫൈനൽ സബ്മിറ്റും കൂടെ കൊടുത്തു കഴിയുമ്പം അവിടെ ഒരു ഫൈനൽ ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ വരും. ആ ഫൈനൽ സബ്മിറ്റിൻ്റെ സമയത്ത് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൃത്യമായിട്ട് വരും. അതെല്ലാം ശ്രദ്ധിച്ച് നോക്കി വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം പേയ്മെൻറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്ട്സ് ആണോ ടെസ്റ്റ് പേപ്പർ ചൂസ് ചെയ്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ 3 സബ്ജക്ട്സ് പ്ലസ് ബാക്കി 3 സബ്ജക്ട്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പേയ്മെൻ്റ് ആയിരിക്കും വരിക. ഈ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു ആപ്ലിക്കേഷൻ ഫോം വരും. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട QET UG ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇറ്റ് ഈസ് അഡ്വൈസബിൾ, ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച്, യൂണിവേഴ്സിറ്റീസിലെ പ്രോഗ്രാമുകളെക്കുറിച്ച്, അടുത്ത എലിജിബിലിറ്റിയെക്കുറിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ ടെസ്റ്റ് പേപ്പർ ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിജിബിലിറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് QETലെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരിക. അതായത് നിങ്ങൾക്ക് അതനുസരിച്ചാണ് ആ ഇത് QETൽ നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്ന് യാതൊരു മീനിങ്ങും ഇല്ല. കറസ്പോണ്ടിങ് ആയിട്ട് ആ യൂണിവേഴ്സിറ്റീൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ അതും കൂടെ കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടുത്തെ കാൻഡിഡേച്ചർ കിട്ടത്തുള്ളൂ. സോ അതും കൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. അപ്പം ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഫോം എടുക്കുക, പ്രിൻ്റ് ഔട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഐക്കറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഐക്കർ ഡീറ്റെയിൽസ് നമ്മൾ ഇനി ഒരു പ്രത്യേക വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. വിൽ സീ യു സൂൺ.